നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാമല്ലോ. ഇപ്പോഴും ഹൈ ആയിട്ട് ഇത് മീഡിയമാണ് ഈ സ്പീഡ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സി ടെക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു സോ ബ്ലേഡാണ്. അതായത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഈ തടിയൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഈ സോ ബ്ലേഡ് എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ നിങ്ങളിത് കണ്ടു കാണും, ഇങ്ങനത്തെ ബ്ലേഡൊക്കെ വെച്ച് തടിയൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരാണ് സോ ബ്ലേഡ്. നമ്മൾ ഇന്നുണ്ടാക്കുന്ന അതാണ്. അപ്പം നമ്മൾ അത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബോർഡാണ് നമുക്ക് വെച്ച് ചെയ്യാനായിട്ട്. അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മൾട്ടിവുഡാണ്. മൾട്ടിവുഡിൻ്റെ എനിക്കിഷ്ടമുള്ള ചെറിയ സൈസ് എടുത്തിരിക്കുകയാണ്. ചെറുതല്ല, ഒരു 21 സെൻറ്റിമീറ്റർ നീളമൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇവിടെയായിട്ട് നല്ല ഒരു വീതിക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയണം. നല്ല ലെങ്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് എടുത്ത് കുറച്ച് കട്ട് ചെയ്ത് കളയണം. അതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലേഡ് കിടന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് കിടന്നായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇനി ഇതിൻ്റെ ഇലക്ട്രോണിക്സ് പാർട്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മോട്ടറാണ്. ഇത് സാധാ മോട്ടറല്ല, ഇത് 795 എന്ന് പറഞ്ഞ മോട്ടറാണ്. ഇത് കൂടുതൽ എടുക്കുന്നതായിരിക്കും നല്ലത്, പക്ഷേ ഇതിപ്പം ഇന്ത്യയിൽ വേറെ വാങ്ങിക്കാൻ കിട്ടുന്നില്ല. ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴത്ത് കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നല്ല ഹൈ RPM, അതിനെക്കാട്ടും നല്ലോണം ടോർഗും ഉണ്ട്. അപ്പോൾ ടോർഗാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ഇടിച്ചു കഴിഞ്ഞാൽ നിൽക്കാതെ തന്നെ കറങ്ങുന്നതാണ് ടോർഗ്. അപ്പോൾ ഇനി അത്യാവശ്യം ടോർഗുള്ളതുകൊണ്ട് നമുക്ക് ഈ മോട്ടറാണ് വേണ്ടത്. ഇതിന് വലിയ വില വരുന്നില്ല, ഏകദേശം 200 റുപ്പീസൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ തടി മുറിക്കാനുള്ള ബ്ലേഡാണ്. ഇത് നമ്മുടെ സാധാ ഈ ബ്ലേഡൊക്കെ വിൽക്കുന്ന കടയിലൊക്കെ കിട്ടും. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 5 ഇഞ്ചിൻ്റെയാണ്. ഇതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലേഡ് ഞാൻ ബ്ലേഡ് നിൽക്കട്ടെ, ഈ ബ്ലേഡ് ഇതുമായിട്ട് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്കറിയായിരിക്കും ഇതൊക്കെ, ഈ മെഷീൻ ഉപയോഗിക്കുന്നവർക്ക്. ഇതിൻ്റെ കൂടെ നമുക്ക് 2 സ്പാനർ ടൈപ്പും കിട്ടുന്നുണ്ട്. അതായത് ഈ ബ്ലേഡ് ടൈറ്റ് ചെയ്ത് വെക്കണം, നല്ലോണം ടൈറ്റ് ചെയ്താലേ ഇതിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ കറങ്ങി നമ്മുടെ കൈക്കൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല സുരക്ഷിതയോടെ തന്നെ ഇതുണ്ടാക്കുക. ഓക്കെ, ഇതും പാക്കായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തില്ല. ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് പോകാം. അതിൻ്റെ മുമ്പേ ഇതിന് നല്ല ഹൈ പവർ കൊടുക്കണം. പവർ കൊടുക്കാനായിട്ട് നല്ല പവർ വേണം. ഈ മോട്ടർ വർക്കാവുന്നത് മാക്സിമം 24 ആംപിയർ വരെ പറ്റും. ഈ മോട്ടറിൽ 24 ആംപിയർ അല്ല, 24 വോൾട്ട് 7 ആംപിയറൊക്കെ വരെ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 24 വോൾട്ടിൻ്റെ 3 ആംപിയറിൻ്റെ ഒരു SMPS ആണ്. ഇത് സാധാ ലോ കോസ്റ്റ് SMPS ആണ്, വലിയ വിലയില്ലാത്ത വാട്ടർ പ്രൂഫൊന്നും ഇല്ലാത്ത SMPS ആണ്. ഇത് 24 വോൾട്ട് 3 ആംപിയർ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പം മൊത്തം 72 വാട്ടും വരും. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ മേക്കിങ് ഞാൻ ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ മോട്ടറാണ്. ഇത് നമുക്ക് ഇങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പം ഇത് ഫിക്സ് ചെയ്യാനായിട്ട് എന്തായാലും നമുക്കിങ്ങനെ വെറുതെ വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബോർഡ് വല്ലതും വേണം. ഇതൊരു 5x5 സ്ക്വയറാണ്. ഇതിൽ ഞാൻ 2 ഹോളും നടുക്കൊരു ആന ഹോളും വിട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഈ മോട്ടറിൽ പക്ക കയറും, കണ്ടോ. പിന്നെ ഇവിടെ 2 സ്ക്രൂ ഇടാനുള്ള ഇതുമുണ്ട്. അപ്പം ഇങ്ങനെ കയറ്റിയിട്ട് സ്ക്രൂ ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് കയറ്റുക. അപ്പം ഞാൻ പെട്ടെന്ന് സ്ക്രൂ ചെയ്ത് കാണിച്ചു തരാം. ഇത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ബോർഡിലായിട്ട് ഇത് ഫിക്സ് ചെയ്യണം. സോ ഇതൊരു പെർഫെക്റ്റ് പൊസിഷനിലായിട്ട് തന്നെ ഫിക്സ് ചെയ്യണം. സോറി, ബോർഡ് ഇങ്ങനെയല്ല വരുന്നത്, തിരിച്ചാണ്. അതായത് ഈ സൈഡിൽ കുറച്ച് നമ്മുടെ ഈ SMPS ഒക്കെ ഫിറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ വല്ലതും ആയിരിക്കണം ഇത് വരുന്നത്, കാരണം ഈ ബ്ലേഡ് പക്ക ആ സെൻറ്ററിൽ വരണം. അപ്പം ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ആ മോട്ടർ അവിടെ ഒന്ന് ഫിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മോട്ടറിൻ്റെ കൂടെ ഈ ബ്ലേഡ് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഒന്ന് ഫിക്സ് ചെയ്യാൻ നിങ്ങൾ കാണിച്ചു തരാം. ആദ്യം ഈ ചക്കി എടുക്കുക, ചക്കിയല്ല ഈ മോട്ടറിൻ്റെ പുറത്ത് വെക്കുന്ന ഷാഫ്റ്റ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റുക. കുറച്ച് ഗ്യാപ്പ് ഇരിക്കട്ടെ, കാരണം ഇതേ കൊള്ളരുത്. കൊണ്ടുകഴിഞ്ഞാൽ RPMത്തിന് അത് അഫക്റ്റ് ചെയ്യും. സോ കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഒരു ചെറിയ എല്ല് വെച്ച് നമ്മളിത് ടൈറ്റ് ചെയ്യുക. ഇതിൻ്റെ പേര് എനിക്ക് പക്ക അറിയത്തില്ല. ഓക്കെ, ഇതിപ്പോൾ നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടാന്ന് നോക്കുക, കാരണം അറ്റത്ത് അടിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതല്ല. ഇനി ഈ ബ്ലേഡ് ഇടുന്നതിൻ്റെ മുമ്പേ ആ കിറ്റിൽ വേറൊരു കറുത്ത ഇതും കൂടെ ഉണ്ട്. ഇതങ്ങോട്ട് കയറ്റുക.
ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോക്കുണ്ട്, അതനുസരിച്ചിടുക. ആ സ്പാനർ വെക്കുന്ന ഒരു ലോക്കാണത്, അങ്ങോട്ട് കയറ്റിയിട്ട് അത് ഇങ്ങനെ ടൈറ്റ് ആയിരുന്നോളും. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വാഷറുണ്ട്, അതങ്ങോട്ട് ഇടുക. ആ വാഷർ പക്ക സെൻറ്ററിൽ കിടക്കും. ഈ വാഷർ എന്ന് വെച്ചാൽ ഈ ബ്ലേഡിൻ്റെ കൂടെ കിട്ടിയതാണ്, അല്ലാതെ ഈ കിറ്റിൻ്റെ കൂടെ കിട്ടിയതല്ല. ഈ വാഷറിൻ്റെ പക്ക അളവാണത്. പിന്നെ നമ്മുടെ മെയിൻ ഈ ടൈറ്റിങ്ങിൻ്റെ സാധനം അങ്ങോട്ട് കയറ്റിയിട്ട് പതിയെ ഒന്ന് കറക്കുക. എന്നിട്ടാണ് നമ്മൾ ഇത് സ്പാൻഡർ ആദ്യം ഇവിടെ കയറ്റുക, ഈ ഗ്യാപ്പിൽ. പിന്നെ മറ്റേ സ്പാൻഡർ വെക്കുക. അപ്പം നല്ലോണം ടൈറ്റ് ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണാമല്ലോ ബ്ലേഡ് കറങ്ങുന്നത്. ഓക്കെ, ഇനി പക്ക ഒരളവ് വെച്ച് നിങ്ങൾ അങ്ങോട്ട് ഫിക്സ് ചെയ്ത് നോക്കുക. എനിക്ക് ഇത്രയും മതിയായിരിക്കും. കുറച്ച് വേണമെങ്കിൽ അപ്പർ സൈഡിലേക്കും. അപ്പം ഈ പൊസിഷൻ ഒന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യുക. ഞാൻ പെട്ടെന്ന് ഈ ചക്കി വെച്ച് അങ്ങോട്ട് കുറച്ച് വരക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു മാർക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ ചാൻസ് കുറവായിരിക്കും. എനിക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ. ഓക്കെ, ഇവിടെ ആയിരിക്കും നമ്മൾ സൂപ്പർ ഗ്ലൂ ഒഴിച്ച് ആദ്യം ഒട്ടിക്കും, പിന്നെ MC-യിൽ വെച്ച് വീണ്ടും ഒട്ടിക്കണം. ഇപ്പോൾ കുറച്ച് MC-യിലൊക്കെ തേച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പം വലുതായിട്ട് ഞാൻ തേച്ചിട്ടില്ല. പിന്നെ കുറച്ച് മിച്ചവും വന്നിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടാണ്. അതായത് നമ്മളിതിൽ ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് എടുക്കരുത് ഒരിക്കലും. കാരണം കൈയൊക്കെ കൊണ്ടുവരുന്ന നല്ല പണി കിട്ടും. അപ്പോൾ അതിന് കവറായിട്ട് ഞാൻ ഒരു എൻഡ് ഗ്യാപ്പാണ് വെക്കുന്നത്. ഈ എൻഡ് ഗ്യാപ്പ് ഞാൻ ഒരു 1/3 1/4 അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു. എൻഡ് ഗ്യാപ്പിൻ്റെ നടുക്കൊരു ഹോളും ഇട്ടിട്ടുണ്ട് ഈ മോട്ടർ കയറാനായിട്ട്. ഇത് നമ്മൾ ബ്ലേഡ് എടുക്കുന്നതിൻ്റെ ഒരു ഇഞ്ച് കൂടുതലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് ബ്ലേഡ് 5 ഇഞ്ചാണ്, ഇത് 6 ഇഞ്ച്. അപ്പം ബ്ലേഡ് ഇതിൻ്റെ അകത്ത് കിടന്ന് സ്മൂത്തായിട്ട് കറങ്ങിക്കോളും. സോ ഇതിവിടെ കയറ്റി ഇതും ഒന്ന് സൂപ്പർ ഗ്ലൂവോ MC-യിലൊക്കെ വെച്ച് ഒട്ടിക്കണം. ആദ്യം ഞാൻ സൂപ്പർ ഗ്ലൂ വെച്ചാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ ആവശ്യത്തിനാണ് ഞാൻ കയറ്റിയിരിക്കുന്നത്. ബ്ലേഡ് ഇവിടെ ഇരുന്നായിരിക്കും കറങ്ങുന്നത്. അപ്പം കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയായിരിക്കും ബ്ലേഡ്. അപ്പോൾ അത് കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. സൈഡിലൊക്കെ MC-യിലൊക്കെ തേച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മറന്നു പോയതാണ്, ഇതിൻ്റെ അകത്ത് ബ്ലേഡ് ഫിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഈ ബ്ലേഡ് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ. ഈ MC-യിലൊക്കെ തേച്ചിട്ട് MC ഉണങ്ങിയിട്ടില്ല, പക്ഷേ ഞാൻ സൂപ്പർ ഗ്ലൂ ഉണങ്ങി. അപ്പോൾ ഈ ബ്ലേഡ് ഫിറ്റ് ചെയ്തിട്ട് വേണം ഇതിടാനായിട്ട്. പിന്നെ നമുക്കിന്നൊരു ഹാൻഡിൽ വേണം, ഞാൻ അത് മറന്നുപോയി. അപ്പം ഈ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെയിം പ്രൊസീജിയർ തന്നെയാണ് സൂപ്പർ ഗ്ലൂ MC-യിലും. ഇത് കുറച്ചും കൂടെ കട്ടിയുള്ള ഹാൻഡിൽ വേണം, കനം കൂടിയ ഹാൻഡിൽ വേണം. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് ജസ്റ്റ് ഇവിടെയൊക്കെ വല്ലതും ഫിറ്റ് ചെയ്താൽ മതി. നമ്മുടെ കൈയൊന്നും പെർഫെക്റ്റായി കയറത്തില്ല, കാരണം ഈ മോട്ടർ ഉള്ളതുകൊണ്ട്. എന്നാൽ ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്താൽ മതി, നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിക്കാനായിട്ട് മതി. ഓക്കെ, ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ ഇതിപ്പം വെച്ചിട്ട്. ഇപ്പം ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ചെറുതായിട്ടൊന്ന് ഉണങ്ങാൻ വേണമെങ്കിൽ നമുക്കിത്രയും മതി. ഇപ്പം ബ്ലേഡൊക്കെ കുറച്ച് പ്രശ്നമൊന്നും ഇല്ലാതെ കറങ്ങുന്നുണ്ട്. ചെറുതായി തൊടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കൊടുക്കുന്ന ബാക്കി പണിയൊക്കെ ചെയ്യണം. സോ നമുക്ക് കുറച്ച് വയർ വേണം, പിന്നെ നമ്മുടെ മെയിൻ SMPS-ഉമായിട്ട് കണക്ട് ചെയ്യണം. ആദ്യം നമ്മൾ ലൈൻ കൊടുക്കും, പിന്നെ പുറത്തേക്ക് 24 വോൾട്ട് ഇതിൽ നിന്ന് വരും. നടുക്ക് എർത്തുമുണ്ട്, അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പീഡോമീറ്ററാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, സ്പീഡോമീറ്റർ അല്ല, സ്പീഡ് കൺട്രോളർ. ഇത് ഞാൻ എൻ്റെ എമർജൻസി വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു പുഷ് ബട്ടൺ ഉപയോഗിച്ചാൽ മതി, പക്ഷേ റിസ്ക് എടുക്കരുത്, കാരണം സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ പണിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു സ്പീഡ് എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ നേരത്തെ തന്നെ വയറൊക്കെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വയർ എടുക്കുക, മോട്ടർ പ്ലസ്, മോട്ടർ മൈനസ്, പവർ മൈനസ്, പവർ പ്ലസ് എന്നാണ്. അപ്പം ഞാൻ ഇവിടെ 2 വയർ ഇങ്ങനെയും 2 വയർ ഇങ്ങനെയും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 വയർ മോട്ടറിലേക്ക്. ഈ മോട്ടറിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട്, സാധാ മോട്ടറിനെ പോലെ അല്ല.
അപ്പോൾ നിങ്ങളത് നോക്കി തന്നെ ചെയ്യുക. തിരിച്ചു കൊടുത്താലും പ്രശ്നമില്ല, പക്ഷെ തിരിച്ചായിരിക്കും കറങ്ങുന്നത്. അപ്പം പോസിറ്റീവിലേക്ക് പോസിറ്റീവും കൊടുക്കുക. തിരിച്ച് കറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ ഈ ബ്ലേഡിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് കറങ്ങുന്നത്. തിരിച്ച് കറങ്ങിക്കഴിഞ്ഞാൽ അത് മുറിയത്തില്ല. ഓക്കെ, നമുക്കിനി ഞാൻ ഈ വയറൊന്ന് പെട്ടെന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പിന്നെ ഈ വയറിൻ്റെ മറ്റേ അറ്റത്ത് വേറൊരു വയറിലായിട്ട് ഞാൻ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, പ്ലഗ്. അപ്പം അതിൻ്റെ അറ്റമാണ് നമ്മൾ ഫസ്റ്റ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇത് രണ്ടും അങ്ങോട്ട് ഇത് ചെയ്തിട്ടുണ്ട്, വയറത് മുറിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ എഴുതിയിട്ടുണ്ട് ലൈനെന്നും ന്യൂട്രൽ നിന്നും. പക്ഷെ ഞാനിപ്പം എനിക്കിത് പക്കായിട്ട് അറിയത്തില്ല, കാരണം ട്യൂപ്പിനാണ്, തിരിച്ചും കുത്താം മറിച്ചും കുത്താം. അപ്പം ഞാൻ ജസ്റ്റ് 2 വയർ അങ്ങോട്ട് കയറ്റുവാണ്. ഓക്കെ, ഇതിലാണ് ഞാൻ ഇപ്പം വയറൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് വിളിച്ചാൽ പോകത്തൊന്നുമില്ല. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മോട്ടറിൻ്റെ ഇത് കണക്ട് ചെയ്യുക. പക്ഷെ നമ്മളിപ്പോൾ മോട്ടറല്ല ഉപയോഗിക്കുന്നത്, സ്ട്രെയിറ്റ് ഇതിലേക്ക് കൊടുക്കുകയാണ്. സ്പീഡോമീറ്റർ അല്ല, സ്പീഡ് കൺട്രോളർ. അപ്പം അതിൽ ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന പവർ മൈനസ് പവർ പ്ലസ് എന്നുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, ഞാനിപ്പോൾ ആ വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്യുക. നമ്മളിവിടെ കൈ തൊട്ടാൽ നമുക്ക് പണി കിട്ടും. ഇവിടെ വി മൈനസ് വി പ്ലസ് N എർത്ത്. പിന്നെ ഇവിടെ ചെറിയൊരു പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. ഇത് തിരിച്ച് നമുക്ക് വേണമെങ്കിൽ വോൾട്ട് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ ഇപ്പം സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന അതുള്ളതുകൊണ്ട് ഞാനത് ഫുള്ളിൽ വെച്ചിരിക്കുവാണ്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ഈ സ്പീഡ് കൺട്രോൾ എന്ന് വെച്ചാൽ 24 വോൾട്ട് വരെ ഇത് കയറും. ഇത് 24 വോൾട്ടാണ് പുറത്തേക്ക് വരുന്നത്. 24 വോൾട്ടോ 30 വോൾട്ടോ ആയിരുന്നു. അപ്പം നിങ്ങൾ ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഞാൻ താഴത്തെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡില്ല വാങ്ങിക്കാനേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി ഈ വയർ കണക്ട് ചെയ്യാം. ഇത് അതിൻ്റെ പുറത്തേക്ക് വരുന്ന വയറാണ്, ഈ സ്പീഡ് കൺട്രോളറിൽ നിന്ന്. ഓക്കെ, ഞാനിപ്പോൾ അതും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മൾട്ടിവുഡിൽ തന്നെ ആയിരിക്കും, കാരണം അതായിരിക്കും കുറച്ചും കൂടെ സേഫ് എന്നൊക്കെ പറയാം. ഓക്കെ, ഞാനിപ്പം മുഖ്യടുത്തേക്കുന്ന ഈ മൾട്ടിവുഡാണ്. ഇത് എന്താണെങ്കിൽ പോകാതിരിക്കാനായിട്ട് ഒരു നല്ല വെയിറ്റുള്ള ബാറ്ററിയും വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അനങ്ങുന്നില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ മെഷീൻ ഒന്ന് വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ആ സ്പീഡോമീറ്റർ ഞാൻ പതിയെ ഒന്ന് തിരിക്കുവാണ്. ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് സ്പീഡ് എന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും ലോവസ്റ്റ്. നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാമല്ലോ. ഇപ്പോഴും ഹൈ ആയിട്ട് ഇത് മീഡിയമാണ് ഈ സ്പീഡ്. ഇത് ആ സൈഡിൽ ചെറുതായിട്ട് കൊള്ളുന്നുണ്ട് ആ സ്പീഡിൽ കറങ്ങുമ്പോഴത്തേക്കും. ഓക്കെ, ഞാൻ ഇനി മുറിച്ച് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ സാധനം ഇപ്പം മുറിച്ചിട്ടുണ്ട്.